ഈ കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ ചരിത്രത്തെ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ചരിത്രബോധം ഇല്ല എന്നുള്ളതാണ്. ഞങ്ങളെപ്പോഴും ട്രൈബ് ബോയ്സ് എപ്പോഴും ചരിത്രബോധം വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതാണ് ശശി തരൂർ വിഷയവും അത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ശശി തരൂർ ഈ സർക്കാർ വന്നതിന് ശേഷം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ വന്ന വൻ വളർച്ച, ലോകത്ത് തന്നെ എത്രയോ വലിയ വളർച്ച കേരളത്തിലുണ്ടായി എന്നുള്ളത് കണക്കുകൾ സഹിതം, സർക്കാരിൻ്റെ കണക്കല്ല, കേരള സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെയും ലോക സർവേ ചില സ്ഥാപനങ്ങൾ നടത്തിയതിൻ്റെയും ബലത്തിലാണ് ശശി തരൂര് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ലേഖനം എഴുതിയത്. എന്നിട്ട് അതിനെ എതിർക്കുന്ന കുറെ കോൺഗ്രസ് നേതാക്കൾ ഇവിടെ അതിനെ വിവരക്കേടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു. തരൂര് വീണ്ടും പറഞ്ഞു, ഞാൻ കേരള സർക്കാർ തന്ന കണക്ക് വെച്ചിട്ടൊന്നുമല്ല ഇതൊക്കെ എഴുതിയത്, ലേഖനം എഴുതിയത്. കേന്ദ്ര സർക്കാരും ലോകത്തിലുള്ള പല സംഘടനകളും റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ളവർ ചെയ്ത കണക്കുകൾ വിലയിരുത്തൽ വെച്ചിട്ടാണ് ഞാൻ ആ ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ ആ ലേഖനം എഴുതിയത് എന്നും നിലപാടി ശശി തരൂർ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഏത് ലോകത്താണ്? വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് കെ സുധാകരൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒക്കെ ഏത് ലോകത്തിലാണ്? ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞത് UDF തകരും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് വികസനത്തിന് എതിരെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. അത് വിളിച്ചു പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുമ്പോൾ അതിനെ എതിർക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ശശി തരൂർ ഒന്ന് പറയുന്നു, അതിനെ മറ്റുള്ള കോൺഗ്രസ് നേതാക്കൾ എതിർക്കുന്നു. ശശി തരൂർ പ്രവർത്തക സമിതി അംഗത്വമൊക്കെ രാജിവെക്കും. അദ്ദേഹത്തിന് അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം AICC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മാന്യമായ നിലയിൽ വോട്ട് നേടി പരാജയപ്പെട്ട ആളാണ് ശശി തരൂർ. ഖാർഗെക്കെതിരെ, മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മാന്യമായി വോട്ട് പിടിച്ച് തോറ്റു. മാന്യമായി തോൽക്കുന്നതിനും ഒരു അഭിമാനമുണ്ട്. അത് തരൂര് തെളിയിച്ചു. തരൂരിന് ഒട്ടേറെ പിന്തുണക്കാരുണ്ട്, ഒരു സംശയം വേണ്ട. അത് കോൺഗ്രസ്സുകാരല്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് തന്നെയാണ്. ഇവിടെ കോൺഗ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? പകല് കോൺഗ്രസും രാത്രിയായാൽ RSS BJP യുമാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കള്. പേരെടുത്ത് പറയാം: രമേശ് ചെന്നിത്തല, V.D. സതീശൻ, കെ സുധാകരൻ. ഇവിടുത്തെ പല കോൺഗ്രസ് നേതാക്കളും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതാരാണ്? KPCCയുടെ അന്വേഷണ കമ്മിറ്റിയുടെ കണ്ടെത്തൽ എന്താണ്? കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടിട്ട് വോട്ട് മറിച്ചത് ആരൊക്കെയാണെന്ന് അറിയാമല്ലോ. TN പ്രതാപന്റെ നേതൃത്വത്തിൽ അന്വേഷണ റിപ്പോർട്ട് നിങ്ങളുടെ റിപ്പോർട്ടല്ലേ KPCCയുടെ, ഞങ്ങളുടെ റിപ്പോർട്ടല്ലല്ലോ. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു BJP MP ലോക്സഭയിലേക്ക് ആദ്യമായിട്ട് ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് ആരാണ്? കേരളത്തിൽ ഇടതുപക്ഷമാണോ? അല്ല, അത് കോൺഗ്രസ്. മൃദു ഹിന്ദുത്വ അജണ്ട. പകല് കോൺഗ്രസ്, വൈകിട്ടായാൽ സന്ധ്യ കഴിഞ്ഞാൽ RSS BJP. അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഇല്ലാതാകുമെന്നും BJP 2 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടുത്തെ വലിയ പ്രതിപക്ഷമാകുമെന്ന് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. വളരെ കൃത്യമായിട്ട് വിലയിരുത്തി പറഞ്ഞ കാര്യങ്ങളാണ്. അതിനെ കളിയാക്കി ചില നമ്മുടെ പ്രേക്ഷകർ കമന്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് വളരെ ആലോചിച്ച് പറഞ്ഞതാണ്. ഒരു കാര്യം കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയാം. അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ 2026, ഇനി ഒരു കൊല്ലം ബാക്കിയുള്ളൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിണറായി സർക്കാരിന്റെ, രണ്ടാം സർക്കാരിന്റെ അവസാനത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പ്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞ മൂന്നാമതും LDF അധികാരത്തിൽ വരും എന്ന് പറഞ്ഞത് കൃത്യമായി കണക്കൂട്ടി പറഞ്ഞത്. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ, 2026 ഇലക്ഷൻ കഴിയുമ്പോൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗിൽ നിന്നായിരിക്കും. കോൺഗ്രസിൽ നിന്ന് ഉണ്ടാവത്തില്ല. എഴുതി വെച്ചു. ഞങ്ങളാ പറയുന്നത്. കേരള നിയമസഭയിൽ LDF മൂന്നാമതും അധികാരത്തിൽ വരും. പിണറായി സർക്കാരിന്റെ തുടർ സർക്കാർ മൂന്നാമതും വരും. അന്ന് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവാകുന്നത് കോൺഗ്രസിൽ നിന്നാവില്ല, V.D. സതീശനാവില്ല, രമേശ് ചെന്നിത്തലയാവില്ല, കെ സുധാകരനാവില്ല മത്സരിച്ച് ജയിച്ചാൽ. പക്ഷേ ലീഗിൽ നിന്നും മലപ്പുറത്തുനിന്ന് ഒരാൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാകുന്നത് കോൺഗ്രസിന് കാണേണ്ടി വരും. നോക്കിക്കും, നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളെ എവിടെ എത്തിക്കുന്നു, പടുകുഴിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇനി വേറൊരു ആഗ്രഹം, LDF മൂന്നാമതും ജയിക്കുന്ന സാഹചര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞു.
ഈ പറയുന്ന കൊച്ചിയിലെ നിക്ഷേപക സംഗമം ഒരു വൻ വിജയമാകും. അതിനകത്ത് ഒരു സംശയവും ഞങ്ങൾക്കില്ല. എല്ലാ ഗ്രൗണ്ട് വർക്കുകളും അതൊരു ഗംഭീര വിജയമാക്കാനുള്ള എല്ലാ ഗ്രൗണ്ട് വർക്കുകളും കേരള സർക്കാർ ചെയ്തു കഴിഞ്ഞു. 300-ലധികം പ്രതിനിധികൾ, നിക്ഷേപകരും, ലോകത്തിന്റെ പല കോണിൽ നിന്നും 300-ലധികം നിക്ഷേപകരും മറ്റുള്ള പ്രതിനിധികളും വിദഗ്ധരും ശാസ്ത്ര സാങ്കേതിക രംഗം ഉൾപ്പെടെയുള്ള വിദഗ്ധരും ഒക്കെ അതിൽ പങ്കെടുക്കുകയാണ്. അവിടെ വലിയ തീരുമാനങ്ങൾ ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. ഇനി ഒരു കാര്യം ഞങ്ങൾ പറയുന്നത്, എൽ ഡി എഫ് മൂന്നാമതും ജയിക്കരുത് എന്ന് വേണേ ഞങ്ങൾ പറയും. എന്താ കാര്യം? എൽ ഡി എഫ് മൂന്നാമതും ജയിച്ചാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി തുടരുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് പാർട്ടി തലത്തിൽ തീരുമാനിക്കുന്ന വിഷയമാണ്. അദ്ദേഹത്തിന്റെ പ്രായം എല്ലാം പരിഗണിച്ചിട്ട്. പക്ഷെ എൽ ഡി എഫ് മൂന്നാമതും വരരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്ന് വെച്ചാൽ യു ഡി എഫിനെ ജനങ്ങളൊന്ന് ജയിപ്പിച്ച് വിടട്ടെ അടുത്ത ഇലക്ഷനിൽ. അടുത്ത 5 കൊല്ലം കേരളം എങ്ങനെ കുളം തോണ്ടിയെന്ന് ജനങ്ങൾ വീണ്ടും തിരിച്ചറിയും. അറിഞ്ഞിട്ട് അടുത്ത ഇലക്ഷനിലെ 2031 26-5-31 ഇലക്ഷനിൽ എൽ ഡി എഫ് തിരിച്ചു വന്നാൽ മതി. 5 കൊല്ലം ഇവർ യു ഡി എഫ് തന്നെ ഭരിച്ചിട്ട് കേരളത്തെ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാർ എവിടെ ഔന്നത്യത്തിൽ എത്തിച്ചു, വികസനത്തില്, ക്ഷേമ പ്രവർത്തനങ്ങളില്, വെൽഫെയർ സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് എവിടെ എത്തിച്ചു എന്ന് ജനങ്ങൾക്ക് ഒന്നുകൂടി തിരിച്ചറിയാനുള്ള അവസരം നമ്മൾ കൊടുക്കാം. 5 വർഷം ഇവരെ ഭരിച്ചു കുളം തോണ്ടട്ടെ യു ഡി എഫ്. എന്നിട്ട് എൽ ഡി എഫിനെ വീണ്ടും ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. കാരണം ജനങ്ങൾക്കറിയാം ഈ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ബി ജെ പി മുഖ്യ പ്രതിപക്ഷമാകുമെന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ കാര്യം പിടികിട്ടിയല്ലോ നമ്മുടെ പ്രേക്ഷകർക്ക്. ഇത് വെറുതെ ഒരു സ്വപ്നം കണ്ട് പറഞ്ഞൊന്നുമല്ല. പൊളിറ്റിക്കൽ റിയാലിറ്റി, യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതാണ്. കേരളത്തിലെ കോൺഗ്രസ് പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ നേതാക്കള് പകുതി ബി ജെ പിയും പകുതി കോൺഗ്രസുമാണ്. അതിനെതിരെയാണ് ശശി തരൂരിന്റെ നിലപാടെന്നുള്ളത് നമ്മൾ കാണണം. തരൂരിന് ഈ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗസ്ഥാനമൊന്നും വലിയ കാര്യമൊന്നുമല്ല. അദ്ദേഹം അത് രാജിവെക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം വൈകാതെ കോൺഗ്രസിൽ ഇത്രയും എതിർപ്പ് വന്ന സ്ഥിതിക്ക് ഡോക്ടർ ശശി തരൂര് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കാൻ സാധ്യതയുണ്ട്. രാജിവെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊക്കെ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങളിപ്പോൾ ഒരു കാര്യം ലെഫ്റ്റ് റൈറ്റ് വോയിസ് കൃത്യമായിട്ട് പറയുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരത്ത് ശശി തരൂർ സ്വതന്ത്രനായിട്ട് മത്സരിച്ചാലും പാട്ടും പാടി ജയിച്ചിരിക്കും. സ്വതന്ത്രനായിട്ട്, ഇൻഡിപെൻഡന്റ്, കോൺഗ്രസിന്റെ ടിക്കറ്റിലല്ല. കോൺഗ്രസ്സുകാരൊന്നുമല്ല തരൂരിനെ ജയിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്വതന്ത്രനായിട്ട് തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കട്ടെ, അത് അദ്ദേഹം തീരുമാനിക്കണം. നമ്മൾ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ തരൂര് മത്സരിച്ചാൽ തരൂര് വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കും. അടുത്ത ലോക്സഭയിലും എം പി ആയിട്ട് ഇവിടുന്ന് ജയിച്ചു കയറും. ഇടതുപക്ഷം പിന്തുണ കൊടുക്കും. സംശയമുണ്ടോ? കാത്തിരുന്ന് കാണുക വരാൻ പോകുന്ന കേരള രാഷ്ട്രീയം എന്താണെന്നുള്ളത്. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്ന വിഡ്ഢിത്തരങ്ങൾ അവരെ പടുകുഴിയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ നമ്മുടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു, നിങ്ങൾക്ക് ബി ജെ പി വളരണം എന്നാണ് ആഗ്രഹം. ഒരിക്കലുമില്ല. നമ്മൾ എന്നും ബി ജെ പി, RSS, ഹിന്ദുത്വ അജണ്ടയെ എതിർക്കുന്ന നിലപാടുള്ളതാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസ്. ഒരു സംശയവും വേണ്ട. പക്ഷേ ഇവിടെ ബി ജെ പി വളർത്തുന്നത് ഞങ്ങളാരുമല്ല. ആരാ വളർത്തുന്നത്? ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളാണ്. പാതി കോൺഗ്രസും പാതി ബി ജെ പി RSSുമായ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പി വളർത്തുന്നത്. അത് അവരോട് പോയി ചോദിക്കണം, അല്ലെ അവരത് തിരുത്തണം. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു സംശയവും വേണ്ട.